ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾക്കിപ്പോഴും അവള് ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലായിട്ടില്ല. അവള് കാരണം ആ പപ്പി അവളുടെ അച്ഛനെ തിരക്കി നാട് മുഴുവൻ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലേ പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? ദേ, എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനാണ് ഒരുങ്ങുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങി പൊക്കളയും. പറഞ്ഞില്ലാന്ന് വേണ്ട. അല്ല, അവരവിടെ വന്നോ? അതെ വേണം. രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. പക്ഷെ ഇവിടുത്തെ പൂതനയില്ലേ, അവള് സമ്മതിച്ചില്ല. അവളെ കണ്ണീച്ചോരയില്ലാതെ ആ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല മാഡം. വിവരം തന്നതിന് താങ്ക്സ് ജഗദീവേ. അവരെ സ്കൂൾ സമയം കഴിഞ്ഞിട്ടും കാണാത്തോണ്ട് ഞങ്ങളും ടെൻഷനിലായിരുന്നു. എനിക്കത് തോന്നിയായിരുന്നു. അതാ ഞാൻ ഉടനെ എന്നെ മാഡത്തിനെ വിളിച്ചത്. എന്നാ പിന്നെ ഓക്കെ മാഡം, കാര്യങ്ങൾ നടക്കട്ടെ. ശരി ശരി. എന്താടി, എന്താ? അവര് രണ്ടുപേരും കൂടി രോഹിത്തിനെ തിരക്കി സുസ്മിതയുടെ വീട്ടിൽ ചെന്നിരുന്നു. ഈശ്വര, അവളവരെ ഇറക്കി വിട്ടു നോക്കിയാ ജഗദീപ് പറയുന്നത്. എന്തായാലും കൊച്ചുങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവുമല്ലോ, അത് തന്നെ സമാധാനം. എന്നാ പിന്നെ ഞാൻ വിഷ്ണുവേട്ടനെ വിളിച്ച് കാര്യം പറയട്ടെ. അല്ലെങ്കിൽ വിഷ്ണുവേട്ടൻ ആദ്യം പിടിച്ച് ഓടി നടക്കും. വിഷ്ണുവേട്ടാ, കുട്ടികള് രോഹിത്തിനോട് എന്തോ പറയാനായിട്ട് സുസ്മിതയുടെ വീട്ടിൽ ചെന്നിരുന്നു ഇപ്പം ജഗദീപ് വിളിച്ചു പറഞ്ഞു. സുസ്മിതയുടെ വീട്ടിലേക്കോ? അതെ, അവരിങ്ങോട്ട് പോന്നിട്ടുണ്ട്. അവര് രോഹിത്തിനോട് എന്ത് പറയാൻ പോയെന്നാ? അതറിയില്ല വിഷ്ണുവേട്ടാ. ഇതിപ്പോ അവര് വന്നാലേ അറിയാൻ പറ്റൂ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ശരി വിഷ്ണുവേട്ടാ. അവര് രോഹിത്തിനോട് എന്ത് പറയാൻ പോയതാണെന്നാ വിഷ്ണുവേട്ടൻ ചോദിക്കുന്നത്. അതെന്താണെന്നോ, അച്ഛനെയും വിളിച്ചോണ്ട് ചെല്ലണമെന്നും പറഞ്ഞ പപ്പിയെ ടീച്ചർ വിട്ടിരിക്കുന്നത്. അതിന് കാരണം ദേ ഇവിളാ. ഞാനോ? ഇവിടെ ഇപ്പൊ ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ദേ ഇവിളാ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? എടി, ഇവളുടെ അശ്രദ്ധയാ ഇതൊക്കെ ഉണ്ടാക്കിയത്. പപ്പി തയ്യാറാക്കി വെച്ച പ്രോജക്റ്റ് എടുത്ത് പപ്പിയുടെ ബാഗിൽ വെക്കാതെ സത്യയുടെ ബാഗിൽ വെച്ചു. ഉച്ചയ്ക്കത്തെ ചോറ് രണ്ടുപേരുടെ ബാഗിലോട്ട് വച്ചതുമില്ല. ഞാൻ പിന്നെ കുട്ടികൾക്ക് ഭക്ഷണവും കൊണ്ട് ചെന്നപ്പോഴായി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. വൈകിട്ട് വിട്ടപ്പോ ടീച്ചർ പറഞ്ഞു കാണും നാളെ അച്ഛനെ വിളിച്ചോണ്ട് വരണോന്ന്. അതാ പിള്ളേര് അച്ഛനെ തിരക്കി പോയത്. ക്ഷമ, എന്താ ഇതൊക്കെ? കുട്ടികളുടെ കാര്യത്തില് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ അവരിൽ നിന്ന് നാണം കിടുന്നത് മറ്റുള്ളവരുടെ മുന്നില്. ഇപ്പൊ കുറ്റം മുഴുവനെ എന്റെ തലയിലായല്ലേ? അതെനിക്കറിയാം. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വരൂന്ന്. അല്ലെങ്കിലും ഞാനിപ്പോ ഇവിടെ ഒരു അധികപ്പറ്റാണല്ലോ. എല്ലാവർക്കും എന്നും പറയാൻ ഒരാള്. ജോലിയില്ല, വരുമാനമില്ല, സ്വന്തം ഒന്ന് പറയാൻ എനിക്ക് ആരുമില്ല. ശ്യാമേ, പറഞ്ഞു നീ അങ്ങ് കേറിപ്പോവല്ലേ? നീ കാണിച്ചൊരു ശ്രദ്ധക്കുറവ് പറഞ്ഞത് ഒരു തെറ്റായിട്ടാണോ നീ എടുത്തേ? ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാ അതങ്ങനെ പറഞ്ഞത്, അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്താനല്ല. കാര്യങ്ങൾ പറയുന്നത് നിന്റെ നന്മയെ ചൊല്ലിയാണെന്ന് നീ ഒന്ന് മനസ്സിലാക്ക്. എന്നിട്ട് സംസാരിക്ക. അവൾക്കിപ്പോഴും അവള് ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലായിട്ടില്ല. അവള് കാരണം ആ പപ്പി അവളുടെ അച്ഛനെ തിരക്കി നാട് മുഴുവൻ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലേ പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? ദേ, എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനാണ് ഒരുങ്ങുന്നെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങി പൊക്കളയും. പറഞ്ഞില്ലാന്ന് വേണ്ട. ശ്യാമേ, അവളോട് ഇപ്പൊ ഒന്നും പറയണ്ടമ്മ. അവള് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്ത് അവളുടെ മനസ്സിന്റെ നിയന്ത്രണം കിട്ടുന്നില്ല. അതുകൊണ്ട് അവളോടൊന്നും പറയണ്ട. ഒരു പുതിയ സംരംഭം നമ്മൾ തുടങ്ങുമ്പോ ഒരുപാട് പ്രതിസന്ധികൾ വരും, അത് സ്വാഭാവികമാ. പക്ഷെ അതിൽ പരാജയപ്പെട്ട് നമ്മള് പിൻവലിഞ്ഞ
പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. പകരം ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നും പറഞ്ഞ് പൂർവാധിക ശക്തിയോടെ നമ്മൾ അത് തുടർന്ന പിന്നെ ഇതിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും ആർക്കും ആവില്ല. നമ്മൾ ഇതിൽ വിജയിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് പൊന്നിക്ക് മനസ്സിലായോ? ഇന്ന് നമുക്ക് ആ കടക്കാരിൽ നിന്ന് നേരിട്ട അനുഭവങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ആ കട വേണ്ടെങ്കിൽ വേറെ കട നോക്കണം. എന്തായാലും നമ്മളിത് തുടർന്നുകൊണ്ട് പോവുക തന്നെ ചെയ്യും, അല്ലേ പൊന്നി? അതെ. നടക്ക്. ഇതൊക്കെ അകത്ത് കൊണ്ടുവച്ച് എനിക്കൊരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തേ. അപ്പോ നാളെ മുതൽ നമുക്ക് വേറെ റൂട്ട് നോക്കാം, അല്ലേ? ശരി സത്യമ്മേ. എടുക്ക്. കുറെ നാളുകൾക്ക് ശേഷേ ഒന്ന് അടുക്കള കയറിയതാ. ഭാര്യ പണിക്ക് പോകുമ്പോ ഒരു പണിയും ചെയ്യാതെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഭർത്താവ് ഭാര്യയെ സൂപ്പിടാൻ വേണ്ടി നല്ല ചായ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് പരീക്ഷിച്ചതാ. കുടിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. ഒട്ടും കുടിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ ഒന്നും പറയണ്ട. ചായ കുടിക്കാതെ അങ്ങനെ ഇവിടെ വെച്ചാൽ മതി. ഞാൻ തന്നെ ചായ കളഞ്ഞ് ഗ്ലാസ്സൊക്കെ കഴുകി അകത്തോണ്ട് വെച്ചേക്കാം. പാലെടുത്ത് മോശമാക്കി കളഞ്ഞതിന് ഒരു ക്ഷമയും പറഞ്ഞേക്കാം. ആദ്യം എന്തായാലും ഒന്ന് കുടിച്ചു നോക്കട്ടെ, എന്നിട്ടല്ലേ കളയണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കളയണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനിടുന്നത് പോലൊന്നും ആയിട്ടില്ല. അതല്ലെങ്കിലും നിങ്ങൾ ഈ പെൺവർഗങ്ങളെ ഈ പാചകത്തിന്റെ ക്രെഡിറ്റൊക്കെ ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കൂ. അതിപ്പോ എത്ര നല്ലതായിട്ടുണ്ടാക്കിയാലും നിങ്ങളൊട്ട് സമ്മതിച്ചു തരത്തുമില്ല. സത്യമ്മേ, വെള്ളം. വെള്ളം വേണ്ട പൊന്നി, അതകത്ത് വെച്ചേക്ക്. പിന്നെ രാഘവേട്ട, ഇന്നത്തെ കച്ചവടം വലിയ കുഴപ്പമില്ലാതെ പോയി. കാര്യമായിട്ട് ബിസിനസ് ഒന്നും നടന്നില്ലെങ്കിലും ഏകദേശം ഇതിന്റെ റൂട്ടൊക്കെ ഒന്ന് മനസ്സിലായി. ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുന്ന അനുസരിച്ചാണ് ഭാമേ നമ്മൾ അതിനെ അറിഞ്ഞു തുടങ്ങുന്നതേ. അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലോ അത് കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസവും ഉണ്ടാവില്ല.